ഓം സർവൈതത്വമസി. എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം. എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം. നമ്മുടെ ഈ ജീവിതം സന്തോഷകരമാക്കാൻ, ആനന്ദമാക്കി മാറ്റാനായിട്ട് നമ്മൾ ആർജിക്കേണ്ട സമ്പത്ത് ആദ്യം നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക സാമ്പത്തികമായ ദാരിദ്ര്യം. പക്ഷെ എല്ലാ ഐശ്വര്യവും വരണമെങ്കിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ദാരിദ്ര്യമുണ്ട്. ആ പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ ഇല്ലായ്മ, കുറവ്, അത് നമ്മൾ സമ്പാദിക്കണം. ആ ഈശ്വരജ്ഞാനം, ബ്രഹ്മജ്ഞാനം, പരിപാവനമായ ആ സമ്പത്ത് നമുക്ക് നേടണമെങ്കിൽ സത്സംഗം വേണം. അതിനാണ് നമ്മൾ സദ്ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലുന്നത്. അത് വിചാരം ചെയ്യണം. അതുപോലെ ശമം, ദമം എന്നിവ ശീലിക്കണം. പതുക്കെ പതുക്കെ നമുക്ക് ആ ദാരിദ്ര്യം നമ്മെ വിട്ടുമാറുമ്പോൾ മറ്റു ദാരിദ്ര്യങ്ങളെല്ലാം തന്നെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ദാരിദ്ര്യം, ഭൗതികമായ ഐശ്വര്യങ്ങളുടെ ദാരിദ്ര്യം, മറ്റു പല ദൗർബല്യങ്ങളും നമ്മെ വിട്ടു പോകുന്നത് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ജനിച്ച് ഒരു കുഞ്ഞിന് അറിവ് കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ അച്ഛനമ്മമാരും കൂടെയുള്ളവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ ജ്ഞാനസമ്പത്ത് അവൻ്റെ ബുദ്ധിയുടെ പാകത്തിനനുസരിച്ച് അവന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നതാണ്. ഒരുപാട് പ്രായം ചെന്നതിന് ശേഷമായിരിക്കാം ചിലർക്ക് ഈ സൗഭാഗ്യം കിട്ടുക. അത് അവനവൻ്റെ കർമ്മക്കണക്കുകൾക്കനുസരിച്ചാണ്. അതിൻ്റേതായ സമയം വരുമ്പോൾ, അല്ലെങ്കിൽ മുജന്മ സുഹൃതം കൊണ്ടോ മറ്റു ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹവശം, ഈ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടോ മറ്റോ എന്തോ ഒരു ബ്ലെസ്സിങ് വഴി ഈ ഒരു ജ്ഞാനം സമ്പാദിക്കാനായിട്ട്, അറിയാനായിട്ട് ആ വ്യക്തി ഇടവരുന്നു. അവൻ്റെ ആത്മാവിൻ്റെ, ആ ബോധത്തിൻ്റെ ശുദ്ധീകരണം അവിടെ നിന്ന് തുടങ്ങുന്നു. ആ ശുദ്ധീകരണം സംഭവിച്ചതിന് ശേഷമാണ് പിന്നെ അവിടെ ആ ജ്ഞാനസമ്പത്ത് വന്നു ചേരുക. ജ്ഞാനം കൊണ്ട് തന്നെയാണ് ഈ ശുദ്ധീകരണം സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ജ്ഞാനം ഒരിക്കലും അഹങ്കാരമുള്ളതായി തീരരുത്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ ഭക്തി കൂടി ചേർത്തിക്കൊണ്ടാണ് ബ്രഹ്മജ്ഞാനം നൽകുന്നത്. എല്ലാത്തിനെയും അംഗീകരിച്ചുകൊണ്ടും സർവവും ബ്രഹ്മമയമാണെന്നും കണ്ടുകൊണ്ടും അതിന് അതിൻ്റെതായ സ്വഭാവ വിശേഷങ്ങളുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ടും സർവ്വദേവീ ദേവഗണങ്ങളെയും ദേവതകളെയും വിനയപൂർവം, ഭക്തി ആദരപൂർവം വണങ്ങിക്കൊണ്ടും, എന്നാൽ ആ ബ്രഹ്മതത്വത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ആദരവോടെ വേണം നമ്മൾ ഈ ജ്ഞാനത്തെ സ്വീകരിക്കാൻ, ഈ സമ്പത്ത്. അപ്പോഴാണത് പരിഭാവനമായൊരു സമ്പത്തായി തീരുകയുള്ളൂ. ഇന്ന് നമുക്കപ്പോൾ ഗുരു ശ്രീ ശിവസായി എഴുതിയ ജ്ഞാനത്തിൻ്റെ വഴി
ഇവിടെ ഗുരു എഴുതിയിരിക്കുന്നത് ചിന്താശീലരായ മനുഷ്യരുടെ ആനന്ദവും ജ്ഞാനികൾ ചെയ്യുന്ന ഈശ്വര കർമ്മവും. ഈ ടൈറ്റിലാണ്. ഇതൊന്ന് നോക്കാം നമുക്ക്. ചിന്താശീലരായ മനുഷ്യർ ആനന്ദം അനുഭവിക്കുന്നത് അവരുടെ കൈവശം ഒരുപാട് ഭൗതിക വസ്തുക്കൾ വന്നു ചേരുന്നത് കൊണ്ടല്ല, തികച്ചും സത്യവും യഥാർത്ഥവും എന്ന് ബോധ്യമുള്ളതും ജീവിത അനുഭവത്തിൽ നിന്ന് സംഭരിച്ചതുമായ അനശ്വരങ്ങളായ അറിവിന്റെ സാരം മറ്റുള്ളവർക്ക് ഫലേച്ഛ കൂടാതെ സരളമായി പകർന്നു കൊടുക്കുമ്പോഴാണ്. അപ്പോഴുണ്ടാകുന്ന ഹൃദയവികാസത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന അനുഭൂതി മറ്റൊന്നിനൊപ്പം തുലനം ചെയ്യുവാൻ കഴിയുകയില്ല. ഇവർ അറിവിന്റെ വിശാല ലോകത്ത് എത്തി നിൽക്കുന്നതുകൊണ്ട് ജീവിതം കൊണ്ടുള്ള നേട്ടവും സുഖവും ഇതുതന്നെയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം സർവ സ്വാർത്ഥതകളുടെയും കെട്ടുകളഴിഞ്ഞ് നശ്വരങ്ങളായ ഒരു വിഷയശക്തിയോടും മനസ്സിനെ ബന്ധിക്കാതെ കാലങ്ങളിലൂടെ നൈസർഗിക ഭാവങ്ങൾ നിലനിർത്തി പോരുന്ന പ്രകൃതിദത്തമായ നിയമവ്യവസ്ഥകളായ യഥാസ്ഥിതികളെ തെളിഞ്ഞു കാണുവാൻ ഇവർക്ക് കഴിയുന്നു. ഈ ജ്ഞാനസ്ഫുരണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇവരുടെ ബോധമണ്ഡലത്തിൽ അജ്ഞാനത്തിന്റെ മറ ബാധിക്കുകയില്ല. ഭൗതിക ജീവിതം ആസ്വദിക്കണമെങ്കിൽ ജീവിതഗതിയിലെ അജ്ഞാനത്തിന്റെ തടസ്സങ്ങൾ നീങ്ങിപ്പോകണം. അതിനാൽ അവർ ജീവിതാസ്വാദനത്തിന് ശാശ്വതമല്ലാത്ത വിഷയങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ നിശേഷം അകറ്റി നിർത്തുവാൻ പരിശീലിക്കുന്നു. ഈ അജ്ഞാനമാണ് നമ്മുടെ ദാരിദ്ര്യം. ഈ അജ്ഞാനത്തിന്റെ ദാരിദ്ര്യം നമുക്ക് നീക്കുവാൻ ജ്ഞാനത്തിന്റെ സമ്പത്ത് കൊണ്ടാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. തുടർന്ന് നമുക്ക് നോക്കാം. മറ്റുള്ളവർ പലവിധ കാരണങ്ങളാൽ മനോവിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ ലോകത്തിന്റെ മോഹവലയത്തിൽ പെടാതെ ഇവർ തന്റെ ഭൗതിക ജീവിതം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് ശരി. മനുഷ്യന്റെ ചിന്തകളാണ് അവന്റെ ജീവിതത്തെ മാറ്റുന്നത്. അതുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകളെ ആത്മപരിശോധന ചെയ്ത് അവനവന്റെ ഭൂമിയിലെ ഭൗതിക ജീവിതം സ്വയം സുഖപ്രദമാക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കണമെങ്കിൽ വിശാലമായ ഒരു ചിന്താമണ്ഡലം അവനവന്റെ ബോധമണ്ഡലത്തിൽ വികസിപ്പിച്ചെടുക്കണം. ഇത്രയ്ക്ക് നമുക്ക് നോക്കാം. അത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം അവനവൻ തന്നെയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ശുദ്ധമായ അറിവോടുകൂടിയും വിനയത്തോടുകൂടിയും അഹങ്കാരമില്ലാതെയും അത് പൂർണ്ണമായും നമ്മൾ അനുഭവിച്ചത് സ്വയം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ റെഡിയായിരിക്കുന്നവരുടെ മനസ്സ് തുറന്ന് ഹൃദയം കൊണ്ട് വിശാലമായി തന്നെ ഒന്നും ഒളിച്ചു വയ്ക്കാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഹൃദയം തുറന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു സത്സംഗത്തിൽ കൂട്ടാം. അവരോട് സത്സംഗം ചെയ്താലും ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് അറിവ് വാങ്ങിച്ച് ഒരുപാട് പേരും പ്രശസ്തിയും ഒന്നും ഇല്ലെങ്കിലും ഈ ഹൃദയ വിശാലതയോടെയും തിരിച്ചറിവുകളോടെയും ജീവിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരുടെ അടുക്കൽ പോയി ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളുടെ അജ്ഞാനത്തിൻ്റെ ആ ദാരിദ്ര്യം നീക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആ ജ്ഞാനത്തിൻ്റെ സമ്പത്ത് നമ്മൾ ആദ്യം ആർജിക്കണം. അപ്പോൾ മാത്രമേ ആ പൂർണ്ണമായ പരിശുദ്ധമായ തിരിച്ചറിവിൻ്റെ സമ്പത്ത് നമ്മുടെ ഉള്ളിൽ തെളിയുമ്പോൾ മാത്രമാണ് നമ്മുടെ മറ്റു ദുഃഖങ്ങൾ എന്ന ദാരിദ്ര്യം നമ്മെ വിട്ടു പോകുകയുള്ളൂ. നാം എന്ന് ഉദ്ദേശിച്ചാൽ നാം ആരോട് ചേർന്ന് നിൽക്കുന്നുവോ അല്ലെങ്കിൽ നമ്മോട് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നുവോ അവർക്കൊക്കെ ഈ വെളിച്ചം കിട്ടും. അപ്പോൾ നാം എന്ന വ്യക്തിക്ക് ഒരു കടപ്പാടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജന്മമെടുക്കുമ്പോൾ അതിവിശാലമായി നമ്മൾ വെളിച്ചമായി തന്നെ ജീവിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ കടമ. നാം തന്നെ ദാരിദ്ര്യത്തിലും കഴിഞ്ഞാൽ, ആ ദുഃഖത്തിലും ഇരുട്ടിലും കഴിഞ്ഞാൽ അത് നമ്മൾ ചുറ്റുമുള്ളവർക്കും നമ്മുടെ കൂടെയുള്ളവർക്കും പകർന്നു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിലും വലിയ ഒരു അപരാധം, അതിലും വലിയൊരു പാപം ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ ആ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ നമുക്ക് എല്ലാവരും ഇവിടെ എല്ലാ വ്യക്തികളും എല്ലാ വസ്തുക്കളും തന്നെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനല്ലെങ്കിൽ മറ്റൊന്നിന് എന്ന തരത്തിൽ വളരെ ഉപകാരപ്രദമായും ഉപയോഗപ്രദമായും ആണ്
സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം. അപ്പോൾ ഏറ്റവും മഹത്തായ ഈ മനുഷ്യ ജന്മം നമ്മൾ ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ നമുക്കും മറ്റുള്ളവർക്കും ഈ പ്രകൃതിക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ നമുക്ക് ജീവിക്കുമ്പോഴാണ് നമുക്ക് ആ ആത്മസംതൃപ്തി അനുഭവിച്ച് തന്നെ ഈ ഭൂലോകവാസം ധന്യമാക്കി തന്നെ സന്തോഷപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇല്ലാതായി തീരാൻ. അതിനുവേണ്ടി നമ്മൾ ശരിയായ സത്യജ്ഞാനം സമ്പാദിക്കണം, ആർജിക്കണം. അതിലൂടെ അതത് ഗുരുക്കന്മാർ തന്നിട്ടുള്ള ചില നിഷ്ഠകളും ആചാരങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ കടന്നു പോകണം. ഇവിടെ ഞങ്ങളുടെ ഗുരു ശ്രീ ശിവസായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടും മനസ്സിനെ പീഡിപ്പിച്ചുകൊണ്ടും പട്ടിണി കിടന്നും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു തരം അനുഷ്ഠാനങ്ങളും തന്നിട്ടില്ല. ആത്മജ്ഞാനം അതിൽ ഭക്തി കൂടി കലർത്തിയിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. ഭക്തിയോടുകൂടി ആത്മജ്ഞാനം അറിഞ്ഞ് ധ്യാനം ചെയ്യുമ്പോൾ അതോടുകൂടി നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന എല്ലാ പരിശുദ്ധമായ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ ബാധിച്ചിരിക്കുന്ന ഇരുട്ട് തീരെ ഇല്ലാതായി പോകും. അവിടെ വെളിച്ചം മാത്രമായി പോകും. സ്വയം നമ്മുടെ ഉള്ളിൽ തന്നെ ആ ആത്മസംതൃപ്തി, ആ ശാന്തി, സമാധാനം, ആനന്ദം അത് നിറയുമ്പോൾ തനിയെ തന്നെ നമ്മൾ ഇടപെടുന്ന എല്ലാ കർമ്മങ്ങളിലൂടെയും ആ വെളിച്ചം പുറത്തേക്ക് ഒഴുകിപ്പോകും. ഈ വിശ്വമാതാവിൻ്റെ മക്കൾക്ക് അത് ഏത് ജാതിയായാലും മതമായാലും ജാതി മതങ്ങൾക്ക് അതീതമായി തന്നെ നമുക്ക് എല്ലാ മക്കൾക്കും എവിടെയാണ് അവർക്ക് എന്താണ് ആവശ്യം എന്ന് അറിഞ്ഞ് നമുക്ക് ഈ ജ്ഞാനത്തിലൂടെ പരിഹാരം കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമാക്കാനുള്ള അറിവുകളാണ് ഗുരു ശിവസായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്വയം അവരവരുടെ സുഖവും ആനന്ദവും നോക്കി ഒരിടത്ത് ചെന്ന് ഒതുങ്ങാതെ എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങി വന്ന് എല്ലാവരോടും ഇടപഴകി തന്നെ അദ്ദേഹം കർമ്മനിരതനായി ജീവിക്കുന്നു. ഞങ്ങൾക്ക് മാതൃകയായി തന്നെ. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള കർമ്മമാകില്ല വിധിച്ചിട്ടുള്ളത്. പക്ഷേ ഏതുതരം കർമ്മമായാലും അതിൽ ഈ സത്യസന്ധമായ ജ്ഞാനത്തിൻ്റെ നിറവ് ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ട്, അതാണല്ലോ നമ്മുടെ ആത്മാവ്, അറിവാകുന്നു ആത്മാവ്. എല്ലാ ഗുരുക്കന്മാരും, ഒരു ഗുരുവിനെ തന്നെ എടുത്തു പറയാനില്ല, നമ്മുടെ എല്ലാ ഗുരു പരമ്പരയും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ തന്നെ നമ്മൾ ഓരോരുത്തരും ഈ മാനവ സഹോദരങ്ങളെല്ലാവരും ആ അറിവായി പ്രകാശിക്കട്ടെ എന്ന നിലയിലാണ് ഈ അറിവ് ഇവിടെ കൊടുത്തു പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ട് ഹൃദയം കൊണ്ട് വണങ്ങി തന്നെയാണ് നമുക്ക് കിട്ടുന്ന, നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഗുരു നമുക്ക് ആ അറിവ് നൽകുന്നത്. പിന്നെ ഒരു അറിവിൻ്റെ ഒരു വാക്ക് മതി, ഒരു വരി മതി, അല്ലെങ്കിൽ ഒരു തീപ്പൊരി മതി എന്ന് പറയില്ലേ, അതുപോലെയാണ് അത്. പിന്നെ നാം ഓരോരുത്തരുമാണ് അത് മനനം ചെയ്തുകൊണ്ട്, വിചാരം ചെയ്തുകൊണ്ട്, അതിനെ വികസിപ്പിച്ച് വിശാലമാക്കി സംശയങ്ങൾ തീർത്ത് ധ്യാനിച്ച് ആചരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അത് ഗുരുക്കന്മാരുടെ കർത്തവ്യമല്ല. നമ്മളെപ്പോഴും നമുക്കുള്ള അജ്ഞാനത്തിന് എപ്പോഴും പഴി ചുമത്തുന്നത് ഗുരുക്കന്മാരെയും മറ്റുള്ളവരെയുമാണ്. പക്ഷെ അത് ഒരിക്കലും ശരിയല്ല. കാരണം നാം ഓരോരുത്തരുമാണ് നമ്മൾ തെറ്റ് നീക്കി ശരിയാക്കി, അല്ലെങ്കിൽ വേണ്ടാത്തതുണ്ടെങ്കിൽ അത് നീക്കിക്കൊണ്ട്, ചിലപ്പോൾ പലതും നമ്മൾ കണ്ടെന്നിരിക്കും, കേട്ടെന്നിരിക്കും. അത് ഗുരുക്കന്മാരും ആ ഒരു അവസ്ഥയിൽ പലതരം പരീക്ഷണങ്ങളിൽ നമ്മളെ പെടുത്തും. ഈ പ്രകൃതി നമ്മളെ പരീക്ഷണങ്ങളിൽ പെടുത്തും. അപ്പോൾ നമുക്ക് ഗുരു വേണോ വേണ്ടയോ, ഈ തത്വം വേണ്ട, ജ്ഞാനം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് ഓടുന്നവർ ഒരുപാടുണ്ട്. അത് തോൽവിയാണ്.
പ്രകൃതി നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിൽ നമ്മൾ തോൽക്കാതെ നമ്മൾ അതിലെ നന്മയുടെ ആ വെളിച്ചം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒപ്പം നമ്മുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും ഭംഗിയായി നിർവഹിച്ചുകൊണ്ടും വളരെ ശക്തിയോടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എല്ലാവരും ആ അനന്തമായ ആ ജ്ഞാനത്തിൻ്റെ നമുക്കനുസരിച്ച നമ്മളുടെ ആ ബോധം ശുദ്ധമായി, ബുദ്ധി ശുദ്ധമായി, നമ്മളുടെ കർമ്മം ശുദ്ധമായി, നമ്മളുടെ ജീവിതം ശുദ്ധമായി ആ പരമാനന്ദ സമ്പത്തിൻ്റെ ഉടമകളാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നു. സർവ്വലോകമാനവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ. എൻ്റെ ഗുരുവിന് നന്ദിയും പ്രണാമവും സമർപ്പിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഈ ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഒരുപാട് ഗുണപ്രദമായ കാര്യങ്ങൾ ഗുരു എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഇനിയും നമുക്ക് കാണാം.